ഒരാളും ജയിക്കില്ല, എല്ലാവരും ഒരുമിച്ച് കൂട്ടി കൈകോർത്ത് വിജയിപ്പിക്കുക. അതാണ് നമ്മുടെ ഓണത്തിന്റെ സന്ദേശം. തളർന്നു കിടക്കുന്നവരെ കൈപിടിച്ചുകൊണ്ട് അവരോടൊപ്പം ഹൃദയപൂർവ്വം ചേർന്ന് നടക്കുക. അതെ, ഹൃദയപൂർവ്വം ചേർന്ന് നടക്കുക. അപ്പോ നമ്മുടെ പ്രജകളെ നമുക്ക് പുതിയൊരു പ്രജയെ കിട്ടിയിരിക്കുകയാണ്. താങ്കളുടെ പേരെന്താണ്? രാജഗോപാൽ. ഇപ്പൊ പേര് തന്നെ ഒരു രാജാവുണ്ടല്ലോ. നോവും ഒരു രാജാവായിരുന്നു. ഒരു പ്രജയാണോ? ആണല്ലേ? ഓ, കണ്ടതിൽ സന്തോഷം. നോവും പോയിട്ട് ഒരു വർഷമായി. ഒരു വർഷം വരുന്നത്. ഈ ഒരു വർഷം ഇവിടെ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായ മാറ്റങ്ങൾ? രാജ്യത്ത് മുഴുവൻ നല്ല മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് എല്ലാം പോസിറ്റീവായിട്ട് കാണാം. അതെ, കാരണം നെഗറ്റീവ് ഉണ്ടാവും. കടലിലെ തിരമാല പോലെയാണ്, ഏറ്റവും ഉറപ്പും ഉണ്ടാവും. അപ്പൊ അതുപോലെ നമുക്ക് എല്ലാം പോസിറ്റീവായിട്ട് കാണാം. പക്ഷെ നോമ്പ് ഇവിടെ വന്നപ്പോ യുവാക്കളൊന്നും അധികം കാണുന്നില്ല. എല്ലാവരും യൂറോപ്പുകളിലേക്ക് പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെ, എന്ത് ചെയ്യാൻ പറ്റും ഇതിനെതിരെ? നമ്മൾ തന്നെ ബോധവൽക്കരണം നടത്തണം. യുവാക്കൾക്ക് തോന്നണം നമ്മുടെ രാജ്യത്ത് നിൽക്കണം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം, രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യണം. എല്ലാം അതിനുള്ള സംവിധാനങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സിൽ വിദേശത്ത് പോകുമ്പോൾ ആ വിദേശത്ത് കാണുന്ന ആ ഒരു എന്താ പറയുക സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തോന്നുന്നു. പക്ഷെ വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലുള്ള കുറ്റത്തുമില്ലേക്ക് മണമില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ആണല്ലേ? അന്ന് ഒരു ചലഞ്ചിലേക്ക് പോയാലോ? എന്തായാലും വന്നതല്ലേ, പ്രജയെ കണ്ട സ്ഥിതിക്ക് ഒരു ചലഞ്ചിലേക്ക് പോവാം. ചലഞ്ച് എന്താ അറിയണ്ടേ? വരൂ, നമ്മുടെ കയ്യിലേക്ക് ഒരു ഡെപ്പി ചില്ലറ വരൂ. ആ, അതെ, ചില്ലറ വന്നിരിക്കുകയാണ്. തരട്ടെ? മുഴുവൻ തരട്ടെ? കൊടുക്കാം. ഓക്കെ, എന്നാൽ ഡെപ്പി തുറക്കൂ. അങ്ങ് ഡെപ്പി തുറന്നാലും ഒരു കഴിക്കുമ്പോൾ നിറയെ ചില്ലറ എടുത്താലും പറ്റാവുന്ന അത്ര ചില്ലറ എടുത്താലും ഓ, നമ്മുടെ കയ്യിൽ 30 സെക്കൻഡ് സമയമുണ്ട്. ഇത് എത്ര രൂപയുണ്ടെന്ന് എണ്ണി പറയണം. അങ്ങനെയാണെങ്കിൽ ചില്ലറ മുഴുവൻ താങ്കൾക്ക് എടുക്കാവുന്നതാണ്. 30 സെക്കൻഡ് സമയമുണ്ട്. അതിനുള്ളിൽ ഇത് മുഴുവൻ എണ്ണി തീർക്കണം. എത്ര എണ്ണം ഉണ്ടെന്ന് പറയണം, എത്ര രൂപയുണ്ടെന്ന് പറയണം. അതാ 10 സെക്കൻഡ് ആയിരിക്കുകയാണ്. 12 സെക്കൻഡ്. നാടിന് വേണ്ടി എണ്ണി തീർക്കുകയാണ്. എത്ര രൂപയുണ്ട്? എണ്ണുന്നുണ്ട്. എത്ര രൂപയുണ്ട്? 102 രൂപ. ഉറപ്പ്? എണ്ണി കഴിഞ്ഞോ? 24 രൂപ എണ്ണി തീർത്തോ? അല്ല എന്ന് പറയാൻ നോമ്പെടുത്ത് എണ്ണേണ്ടി വരും. അതെ, ഇങ്ങോട്ട് അറിയാതെ അങ്ങോട്ട് പണി കൊടുക്കണമല്ലോ. അതാകുമ്പോ ശാസ്ത്രം. അപ്പോ നമ്മുടെ ചലഞ്ചിൽ അദ്ദേഹം വിജയിച്ചതായി നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് വിജയിച്ചു. അതെ, ഒരാളും ജയിക്കില്ല, എല്ലാവരും ഒരുമിച്ച് കൂട്ടി കൈകോർത്ത് വിജയിപ്പിക്കുക. അതാണ് നമ്മുടെ ഓണത്തിന്റെ സന്ദേശം. തളർന്നു കിടക്കുന്നവരെ കൈപിടിച്ചുകൊണ്ട് അവരോടൊപ്പം ഹൃദയപൂർവ്വം ചേർന്ന് നടക്കുക. അതെ, ഹൃദയപൂർവ്വം ചേർന്ന് നടക്കുക. സിമ്പിൾ ചലഞ്ച്. അതാ കയ്യിലേക്ക് ഒരു ഡെപ്പി ചില്ലറ പോരട്ടെ. അതെ, ഒരാൾ വരൂ. ഒരാൾ വന്നു. ഈ ഡെപ്പി തുറക്കൂ. കൈ നിറയെ എടുക്കൂ. കോയിൻ കൊള്ളാലോ കളി. എടുത്തോ? പുറത്തേക്ക് വരുന്നില്ല. ഓക്കെ, അപ്പൊ അടയ്ക്കൂ. ഇതാ നമ്മുടെ കയ്യിൽ 30 സെക്കൻഡ് സമയമുണ്ട്. ഇത് എത്ര രൂപയുണ്ടെന്ന് എണ്ണി പറയണം. ഇതെന്താ നഴ്സറി സ്കൂൾ? എന്നാ തുടങ്ങിയാലോ? എണ്ണിക്കോളൂ. 4 സെക്കൻഡ്. 10 സെക്കൻഡ് ആയിരിക്കുകയാണ്. 10 സെക്കൻഡ് ആയിരിക്കുകയാണ്. ഗ്രൂപ്പായി എണ്ണുകയാണ്. 20 സെക്കൻഡ് ആയിരിക്കുകയാണ്. 25 സെക്കൻഡ് ആയിരിക്കുകയാണ്. 1 സെക്കൻഡ് കൂടി. 1 സെക്കൻഡ്. കഴിഞ്ഞിരിക്കുകയാണ്. 90. ഉറപ്പ്? എണ്ണി നോക്കണോ? നോമ്പെണ്ണി നോക്കിക്കോട്ടെ. ഏകദേശം അതിനോട് തോന്നുന്നു. അപ്പോ നമ്മുടെ ഓണസമ്മാനമായിട്ട് ഈ 90 നിങ്ങൾ എടുത്താലും സന്തോഷായില്ലേ? ഓണസമ്മാനം ഇഷ്ടായില്ലേ? പ്രജകളൊക്കെ സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ സന്തോഷമായിട്ടിരിക്കുക. അടുത്ത വർഷം വരുമ്പോഴും കാണണം. ഞങ്ങളുടെ പൈസ
ഇതിന്റെ ഒരു 100 ഇരട്ടി നിങ്ങളുടെ കയ്യിലേക്ക് വരട്ടെ എന്നാണ്. അടിപൊളി.